ഉരുളെടുത്ത നാട്ടിൽ നിന്നും സർവകലകളുടെ സംഗമവേദിയിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് വെള്ളാർമലയിലെ കുട്ടികൾ. ഹൈസ്കൂൾ വിഭാഗം നാടകത്തിനാണ് സംസ്ഥാന തലത്തിലേക്ക് വിദ്യാർത്ഥികൾ യോഗ്യത നേടിയത്. ഒരുപാട് പരിമിതികളെ അതിജീവിച്ചുകൊണ്ടാണ് കുട്ടികൾ ഈ നേട്ടം കൈവരിച്ചത്. വയനാട്ടിൽ നിന്നും ഫൈസൽ നെടുമ്പാലയുടെ റിപ്പോർട്ട്. ആർത്തുലച്ചു പെയ്ത പേമാരിയിൽ സർവ്വതും തകർന്നടിഞ്ഞ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. കൂടപ്പിറപ്പുകളായിരുന്ന ഒരുപാട് സഹപാഠികളെ നഷ്ടപ്പെട്ടവരാണ്. ഒരു രാവ് ഇരുൾ വെളുത്തപ്പോൾ ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് ഓടിയ ഒരു ജനതയുടെ ശേഷിപ്പാണ്. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് അടുത്തുനിന്ന് പ്രത്യാശയുടെ നാളുകളിൽ മനക്കരുത്തിന്റെ ആർജവത്തിൽ അവർ നേടിയെടുത്ത വലിയ സ്വപ്നമാണ് കൗമാര കലാമാമാങ്കത്തിന്റെ കലാശപ്പോര്. അനന്തപുരിയുടെ മണ്ണിൽ കലാപൂരങ്ങൾക്ക് തിരിതെളിയുമ്പോൾ ഹൈസ്കൂൾ വിഭാഗം നാടകത്തിൽ ഇത്തവണ വെള്ളാർമല സ്കൂളിലെ കുട്ടികളും ഉണ്ടാകും. ദുരന്തം പൊട്ടിയൊലിച്ച ഭീകരതയുടെ അത്ഭുത നിമിഷങ്ങളിൽ ജീവൻ തിരിച്ചു കിട്ടിയ അമൽജിത്താണ് നാടകത്തിലെ പ്രധാന കഥാപാത്രം. സബ് ജില്ലയിലും എല്ലാ സ്ഥലത്തും പിന്നെ ഞങ്ങൾ പോയി മത്സരിച്ച് ജയിക്കുന്നുള്ള ഉറപ്പിന് ഞങ്ങൾ കളിച്ചു. അങ്ങനെ കളിച്ച് സബ് ജില്ലയിൽ കളിച്ച് ബെസ്റ്റ് ആക്ടർ, അങ്ങനെ അവിടെ ഫസ്റ്റ് ഗ്രേഡ്, പിന്നെ ജില്ലയെ കളിച്ചു, അവിടെ നിന്നും ജയിച്ചു, അവിടെ നിന്നും ബെസ്റ്റ് ആക്ടർ. വെള്ളാർമല സ്കൂൾ ഇന്ന് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പരിമിതികൾക്ക് നടുവിലാണ് ഉപജില്ലയും ജില്ലയും കടന്ന കുട്ടികൾ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ശരിയായി പ്രാക്ടീസ് ചെയ്യാൻ പോലും ഇവർക്കൊരിടമില്ല. ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചാണ് ഞങ്ങളിപ്പോൾ ഉപജില്ലാതലവും ജില്ലാതലവും ഒക്കെ അതിജീവിച്ച് ഞങ്ങളിപ്പോൾ സംസ്ഥാന തലത്തിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് അവിടെ വരെ എത്താൻ കഴിഞ്ഞത് ഞങ്ങളുടെ വലിയൊരു അതിജീവനമാണ്. അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങളതിനെ കരുതുന്നതും. വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി അധ്യാപകരും കൂടെയുണ്ട്. സംസ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും. അതിജീവനത്തിന്റെ ചുവടുവെപ്പുമായി സംസ്ഥാന കലോത്സവത്തിനൊരുങ്ങുകയാണ് വെള്ളാർമലയിലെ വിദ്യാർത്ഥികൾ. ഹൈസ്കൂൾ വിഭാഗം നാടകത്തിനാണ് ഇത്തവണ വിദ്യാർത്ഥികൾ എത്തുന്നത്. ഒരു രാവിൽ ഉരുളെടുത്തപ്പോൾ തങ്ങളുടെ സഹപാഠികളായ 33 പേരെയാണ് ഇവർക്ക് നഷ്ടമായത്. എന്നാൽ വിധിയെ പഴിച്ചിരിക്കാൻ ഇവർ ഒരുക്കമല്ല. സംസ്ഥാന കലോത്സവത്തിലെ മികച്ച വിജയം തങ്ങളുടെ സഹപാഠികൾക്കായി ഇവർ സമർപ്പിക്കും. വയനാട്ടിൽ നിന്നും ഫൈസൽ നെടുമ്പാല, മീഡിയ 1.